പത്തനംതിട്ട കോന്നിയിൽ കാട്ടാന ശല്യം രൂക്ഷം. കോന്നി കുളത്തുമണ്ണിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. ആനശല്യം തടയാൻ കിടങ്ങ് നിർമ്മിക്കുമെന്ന് വനം വകുപ്പ് അധികൃതർ പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെയും നടപ്പായിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഏക്കർ കണക്കിന് കൃഷി കാട്ടാന നശിപ്പിച്ചത്. കാച്ചിലും ചേമ്പും വാഴയും കവുങ്ങും ഉൾപ്പെടെയുള്ളവ നശിച്ചു. വീടിന് തൊട്ടടുത്തുവരെ കാട്ടാനക്കൂട്ടം എത്തിയതിൽ ആശങ്കയിലാണ് പ്രദേശവാസികൾ. ശാശ്വതമായ പരിഹാരമുണ്ടാകുമെന്ന വനം വകുപ്പിന്റെ സ്ഥിരം വാഗ്ദാനത്തിൽ വിശ്വാസമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഫോറസ്റ്റുകാർ വന്ന് എന്തോ പറയാനാ, അവർ വന്ന് ഇതെല്ലാം കണ്ടിട്ട് എഴുതി കുത്തി ഒരു അപേക്ഷ കൊടുക്കാൻ പറയും. ഞങ്ങളെ വിളിച്ചാൽ മതി, ഞങ്ങൾ വരാമെന്ന് പറയും. അല്ലാതെ ഇപ്പോൾ അവർ എന്തോ പറയാനാ, അവർ വന്നിട്ട് കണ്ടിട്ട് പോയി ഞങ്ങൾ വരാം, വിളിച്ചാൽ മതി എന്ന് പറയും. ഇവിടെ ഫോറസ്റ്റായിട്ട് പറഞ്ഞാൽ അവരൊന്നും ഇവിടെ നോക്കിയിട്ട് അവരങ്ങ് ഉടനെ അങ്ങ് പോകും. രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ഇവിടെ വഴിവിളക്കില്ല. ഒന്നാമത് അതാണ് വിഷയം, ആന വരാൻ കാരണം. ഇപ്പം ഇന്നലെ ഇറങ്ങിയത് കൂട്ടം ഇറങ്ങിയേക്കുന്നത്. ഒന്ന് ഇവിടെ എല്ലാം ഭയങ്കര ശല്യമായിരുന്നു. അവരുടെ വീട്ടുമുറ്റത്ത് കയറി ദൈവാനം പോലെ അവർ രക്ഷപ്പെട്ടു. കൃഷി ഉപജീവന മാർഗമാക്കിയവരാണ് പ്രദേശത്ത് കൂടുതലുമുള്ളത്. ഒറ്റ രാത്രി കൊണ്ട് കാട്ടാന ചവിട്ടി നശിപ്പിക്കുന്നത് തങ്ങളുടെ ജീവിതമാണെന്ന് ഇവർ പറയുന്നു. ഓരോ ദിവസവും രാത്രി ഭയപ്പാടോടെയാണ് കഴിച്ചുകൂട്ടുന്നത്. പലയിടങ്ങളിലും വഴിവിളക്കില്ലാത്തത് അപകടത്തിന്റെ തോത് വർദ്ധിപ്പിക്കുന്നു. വീടിന്റെ അടുത്ത് വരുന്ന ആദ്യമായിട്ട് മുറ്റത്തിന് അടിവശത്താണ് വന്നത്. പേടിച്ചിട്ട് വരച്ചിട്ട് അങ്ങനെ നമ്മൾ വീട്ടിൽ കിടന്ന് ഉറങ്ങും. ആ രാത്രി ഉറങ്ങിയതേ ഇല്ല, നേരെ ഇരുന്ന് വെളുപ്പിക്കുമായിരുന്നു. വീടിൻ്റെ മുറ്റത്ത് വരുന്നത് ഇവിടെ ആദ്യമായിട്ടാണ്. ഭയങ്കര ശല്യമായിരുന്നു. ഇവിടെ വാഴയെല്ലാം നശിപ്പിച്ച് 2-3 തെങ്ങും നശിപ്പിച്ച് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് മാറിയിരിക്കുവാണ് ഇവിടെ. ആനയുടെ ഭയങ്കര ശല്യമാണ്. രാത്രി ഭയങ്കര മഴയായിരുന്നു. ആൾക്കാരെല്ലാം കിടന്ന് ഉറങ്ങിയപ്പോൾ അന്ന് കറണ്ടും ഇല്ലായിരുന്നു. അപ്പോൾ രാത്രി ആന ഇറങ്ങി മൊത്തം വലിച്ചോടിച്ച് ഒരു കുട്ടിയാന ഉണ്ടായിരുന്നു, ഒരു വലിയ ആന ഉണ്ടായിരുന്നു. കുട്ടിയാന അവരുടെ മുറ്റത്തൊക്കെ കയറി. വലിയ ആനേൻ്റെ പുറകെ ഇവിടെ മൊത്തം നശിപ്പിച്ച് അങ്ങേ അറ്റത്ത് അവിടെ ഒരു വലിയ കണ്ടത്തിൽ കംപ്ലീറ്റ് വാഴ, ഒരു 10-200 വാഴ. വനാതിർത്തിയിൽ സൗരോർജ്ജ വേലികളോ കിടങ്ങുകളോ സ്ഥാപിക്കണമെന്നത് പ്രദേശവാസികളുടെ കാലങ്ങളായുള്ള ആവശ്യമാണ്. പലതവണ പല രീതിയിൽ ഉറപ്പുകൾ നൽകിയിട്ടും ഇവയൊന്നും ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. കർഷകരെ സംരക്ഷിക്കാനുള്ള ഒരു നിയമ സംവിധാനം ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഇതിനൊരു പ്രായോഗികമായ നടപടിയിലേക്ക് നടക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നേരെ മറിച്ച് ആനയെ ഒരു കല്ലെടുത്തെറിഞ്ഞിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഞാൻ ഉൾപ്പെടെയുള്ളവർ അകത്ത് പോകുമായിരുന്നു. ആന വന്ന ആൾക്കാരെ കൊന്നാലും കുഴപ്പമില്ല, കൃഷി നശിപ്പിച്ചാലും കുഴപ്പമില്ല, പന്നി വന്നാലും കുഴപ്പമില്ല. പന്നി, കുരങ്ങ്, പ്ലാവ്. ഇപ്പോൾ ഈ ഒരു പ്രദേശത്തു നിന്നൊക്കെ ആൾക്കാർ ഈ ഒരു അവസ്ഥയാണെങ്കിൽ 5 വർഷത്തിനും വിട്ടുപോകേണ്ടി വരും. ന്യൂസ് മലയാളം, പത്തനംതിട്ട.